ഈ ഒരു റൈഡിൽ കയറാൻ പോവാണേ. എങ്ങനെയുണ്ട് ഇത്? അവിടെ നിന്ന് തലതിരിയും. എന്റെ പൊന്നടാവേ. ജോയലാണെങ്കിൽ ഈ ഒരു റൈഡിൽ കയറാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതിനൊന്നും ഈ റൈഡിൽ കയറുന്നില്ലേ? കുറച്ച് സാധനം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. എന്തൊക്കെയാണാവോ? ആ നീണ്ടു നിൽക്കുന്ന സാധനം, പിന്നെ ഇങ്ങനെ ഒരെണ്ണം അവിടെ ഉണ്ട്. എനിക്ക് സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാറോ. എനിക്കൊരു പാണ്ടേനെ കിട്ടിയാൽ കൊള്ളാൻ നല്ല ആഗ്രഹം. തലവേദന എടുക്കുന്നത്. ഹായ് ഹലോ, ഞാൻ ജിജോ. എല്ലാവർക്കും ട്രാവൽ റെക്കോർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ ഞങ്ങൾ രാത്രിയിലെ 3 മണിയായപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തിയത്. ഇന്നലെ ഞങ്ങൾ ജോലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് പെട്ടിയൊക്കെ വെച്ച് ഞങ്ങൾ തിരിച്ച് സ്ട്രീറ്റിൽ പോയി, ഓക്സ്ഫോർഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ പോയി ലൈറ്റും പരിപാടിയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നത്. ഞാൻ എന്തായാലും ഈ ഒരു റൂമിന്റെ വീഡിയോ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിവിടുത്തെ എയർബിഎൻബി വഴി ബുക്ക് ചെയ്തതാണ് ഈ ഒരു റൂം എന്ന് പറയുന്നത്. ഈ 2 ദിവസം നമ്മൾ ഇവിടെ തന്നെയാണ്, ഇന്നലെയും ഇന്നും നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിന്റർ വണ്ടർലയിൽ പോവാണ് അല്ലേ? എന്താ പ്ലാൻ? വിന്റർ വണ്ടർലയിൽ പോയിട്ട് ഇത്തവണ കുറെ റൈഡിൽ കയറണം എന്നുള്ള. അപ്പൊ ഞങ്ങൾ നേരെ ഇവിടുന്ന് വിന്റർ വണ്ടർലയിൽ പോകും. അപ്പം അതിനു മുമ്പ് തന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു വീട് നിങ്ങളെ പെട്ടെന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ഡാൾസ്റ്റൺ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് താമസിക്കുന്നത്. നമ്മുടെ സ്ട്രാറ്റ്ഫോർഡിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു സിറ്റി വരുന്നത്. ഇവിടുന്ന് ഒരു 5-6 മൈൽസ് ആണ് ലണ്ടനിലേക്കുള്ളത്. ബ്രൈറ്റ് ഹോം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻട്രി കോഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അത് അടിച്ചിട്ട് പാസ്പോർട്ട് അടിച്ചിട്ട് നമുക്ക് കയറി പോകാൻ പറ്റും. ഇവിടെ 6 ഫ്ലാറ്റുകളുണ്ട്. അപ്പോൾ നമ്മുടെ കോഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറി പോവാം. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പം ഇതേപോലെ ഒരു കുഞ്ഞു സ്പേസ് ആണ്. മേളിലേക്ക് സ്റ്റെയർ ഉണ്ട്. സ്റ്റെയർ കയറി മേളിലേക്ക് പോവാം. ഇവിടെ നമ്മൾ 2ാമത്തെ ഫ്ലോറിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂമുണ്ട്. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 2. ഇതിൻ്റെ അകത്ത് ഈ ഓരോ ഫ്ലാറ്റിലും 1, 2, 3, 3 റൂം വെച്ചിട്ടുണ്ട്. അവിടെ 3 റൂമുണ്ട്, ഇവിടെ 3 റൂമുണ്ട്. നമ്മളിത് മേളിലേക്ക് കയറാൻ പോണ്. ഇവിടെയും 3 വെച്ചിട്ട് അങ്ങനെ ടോട്ടൽ 6 റൂം കണ്ടില്ലേ? ഇത് ഫ്ലാറ്റ് നമ്പർ 4, ഇത് ഫ്ലാറ്റ് നമ്പർ 4, അത് ഫ്ലാറ്റ് നമ്പർ 3, ഇത് ഫ്ലാറ്റ് നമ്പർ 4. ഇവിടെ നമ്മുടെ പിൻകോഡ് നമ്മൾ സെയിം അടിക്കണം. യെസ്, ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട്. ആളുകളുടെ ടോയ്ലറ്റൊക്കെ തുറക്കാൻ പോകുന്ന. ഇവിടെ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ബാത്ത് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു കൊമോഡ് ഉണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിനും ഒരു മിററും ഉണ്ട്. ഇതാണ് ടോയ്ലറ്റ്. ഏതായാലും നമ്മുടെ റൂം കാണിച്ചു തരാം. അല്ലേ, ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ റൂം നമ്മുടെ 44 ആണ്. ഇവിടെ അടിക്ക്. ഇതാണ് നമ്മുടെ റൂം. നമുക്കാണെങ്കിൽ ഇവിടെ ഒരു TV ഉണ്ട്, ഇവിടെ ഒരു ബെഡുണ്ട്, പിന്നെ ഒരു മിററുണ്ട്, പിന്നെ ഒരു ഫ്രിഡ്ജുണ്ട്, പിന്നെ ഒരു ചെയറുണ്ട്. പിന്നെ ഇത്രയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട് 2 ചെയറും ഒരു ടേബിളും ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണി ഉണ്ട്. ബാൽക്കണി കണ്ടില്ലേ? 2 ചെയറും ഒരു ടേബിളും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി എന്ന് പറയുന്നത്. ഒന്നും കാണാനായിട്ടൊന്നും ഇല്ല പ്രത്യേകിച്ച്. ജസ്റ്റ് ഈ ഒരു പാത്വേ മാത്രമാണുള്ളത്. ഇവിടെ എന്തോ പണി നടക്കുന്ന കാരണം അത് ക്ലോസ്ഡ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഭിത്തിയാണ് നമുക്ക് നേരെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. ഇതാണ് അപ്പൊ നമ്മൾ ഈ 2 ദിവസങ്ങളിൽ താമസിക്കാൻ പോകുന്ന നമ്മുടെ റൂം. എങ്ങനെയുണ്ട് റൂം? അടിപൊളി റൂമാണ്. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ കോമൺ ബാത്റൂം ആണ്. പിന്നെ അത് മാത്രമേ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മുകളിൽ അധികം ആൾക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? 3 റൂമല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ ഞങ്ങളാണെങ്കിൽ ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങളുടെ അടുത്ത് തന്നെ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പോകാലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ബസ്സാണ് ബുക്ക് ചെയ്തത്. അല്ലെ, എങ്ങനെയുണ്ട് ലണ്ടന്റെ വൈബൊക്കെ? അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. ഇപ്പൊ അതെ, ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഇപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ, ഇത് ഹാരി പോട്ടറിന്റെ ഒരു എക്സിബിഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. ഈ ലണ്ടൻ മൊത്തം ആൾക്കാരാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഞങ്ങള് ഈ ഒരു ലണ്ടൻ ബസ്സിലാണ് കയറിയിരിക്കുന്നത്. ഇതൊരു പഴയ ബസ്സാണ്. നമുക്ക് ഫ്രണ്ടിലും അതിന് സ്റ്റെയർ ഉണ്ട്. നമുക്ക് അതേപോലെ തന്നെ ബാക്കിലും നമുക്ക് സ്റ്റെയർ ഇറങ്ങി നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റുന്നതാണ്. ഇത് കുറവാണ് ഇവിടെ ലണ്ടനിൽ ഈ ഒരു ബസ്. പക്ഷെ ഇത് പണ്ടത്തെ സ്റ്റൈല് ബസ്സാണ്. അടിപൊളിയാ. നമ്മുടെ കൂടെ ഇനി ജോയലും വരും. ജോയലപ്പം നേരെ ഹൈഡ് പാർക്കിലാണ് നമ്മുടെ വിന്റർ വണ്ടർല ആ ഒരു പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പം അവൻ നേരെ ഡയറക്റ്റ് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അവൻ അതാ ഈസി. അപ്പൊ എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവൻ ഓൾറെഡി 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തുമെന്ന് പറഞ്ഞു. ഞങ്ങളും ഒരു 5 മിനിറ്റിനുള്ളിൽ ഞങ്ങളും അവിടെ ഇപ്പൊ എത്തും.
നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ബട്ടണിൽ നെക്കി കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് സ്റ്റോപ്പ് എത്തുമ്പോൾ ഡ്രൈവർക്ക് അറിയാൻ പറ്റുമല്ലോ, അപ്പോൾ ഡ്രൈവർ നിർത്തി തരും. ആൾക്കാരുടെ ഒരു പൂരപ്പറമ്പാണ് ശരിക്കും പറഞ്ഞാല് ലണ്ടനിൽ. ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ നമ്മളെയും കാത്ത് ജോയിലേ നമ്മുടെ ഹൈഡ് പാർക്കിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. നീ എപ്പോ എത്തി? കുറച്ചു നേരം അല്ലേ? കേറാം നമുക്ക്. എനിക്ക് നിറച്ച ആൾക്കാർ, ഈ ആൾക്കാർ മൊത്തം ഈ ഒരു ഹൈഡ് പാർക്കിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ടൈം സ്ലോട്ട് അനുസരിച്ചാണ് നമ്മൾ ഹൈഡ് പാർക്കിലേക്കുള്ള എൻട്രി വരുന്നത്. അപ്പൊ നമ്മൾ ബുക്ക് ചെയ്തത് 2 മണി തൊട്ട് 4 മണി വരെയുള്ള എൻട്രിയാണ്. പക്ഷെ ഇപ്പം 3 മണിയായി. പക്ഷെ എന്നാലും നമ്മൾ വൺസ് നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റും അതിന്റെ ഉള്ളിലും. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറാം. അയ്യോ, എന്നാ മുടിഞ്ഞ തിരക്കാടാ ഇത്. ബസ്സൊക്കെ ഉണ്ടല്ലോ, നിരങ്ങി പറഞ്ഞേ. സ്ട്രീറ്റ് മൊത്തം കറങ്ങാനും എടുത്തിരുന്നേ ഉണ്ടല്ലോ, പണ്ടറടക്കി പോയാന്. റഷ് ആയിരുന്നു അല്ലേ? മുടിഞ്ഞ തിരക്ക ഇവിടെ മൊത്തം. ഫസ്റ്റ് ടൈം വിന്റർ വണ്ടർല. കാർഡിഫിലെ വിന്റർ വണ്ടർല എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ അത് ചെറുതാ, അതിന്റെ വലുതാ, 4 ഇരട്ടി ഉണ്ടാവും ഇത്. ഫുഡ് എല്ലാം ഉണ്ടാവും ഇവിടെ. ഇതാണ് നമ്മുടെ വിന്റർ വണ്ടർല ഉണ്ടല്ലേ? ആ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാം. ഗ്രീൻ ഗേറ്റ്, ബ്ലൂ ഗേറ്റ്, റെഡ് ഗേറ്റ്, അങ്ങനെ 3 ഗേറ്റ് എൻട്രൻസ് ഉണ്ട്. ഈ ഒരു വിന്റർ വണ്ടർലയിൽ കയറാൻ വേണ്ടിയുള്ള തിരക്കാണ് ഈ കാണുന്നത്. എനിക്ക് എന്തോരോ പേര്. ഇതിപ്പോഴെങ്ങാനും കയറാൻ പറ്റുമോ? പെരുന്നാളിന്റെ സമയത്തൊക്കെ പ്രദർശനത്തിന് തിരക്ക് പോലെ ഉണ്ട്. നിറച്ച ആൾക്കാരാണ്. എനിക്ക് ഇത് ഒരു എൻട്രൻസ് ആണ് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇതേപോലെ 3 എൻട്രൻസ് ആണ് നമുക്കിവിടെ ഉള്ളത്. അവര് പറഞ്ഞ് നിങ്ങൾ നേരെ പൊക്കോ, അവിടെ വേറൊരു എൻട്രൻസ് ഉണ്ട്, അതിലേക്ക് കയറാന്ന് പറഞ്ഞ്. അപ്പൊ നമ്മളതേ നേരെ ഫ്രണ്ടിലേക്ക് നടക്കുക. ഇത്രയും ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും റഷ് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ലണ്ടനിൽ. എനിക്ക് തോന്നുന്നു ഇത്തവണയാണെന്ന് തോന്നുന്നു ഇത്രയും റഷ് പറഞ്ഞത്. ഓ, അപ്പൊ നാളേക്കാകുമ്പോ മുടിഞ്ഞ തിരക്കായിരിക്കും. ഇവിടെ നമുക്ക് എൻട്രൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ 5 പോയിന്റ് ആകത്തുള്ളൂ. ഇവിടെ എൻട്രി 6 പൗണ്ട്സ് ആണ് കാണിക്കുന്നത്. അങ്ങോട്ടേക്ക് ഗ്രീൻ ഗേറ്റും അങ്ങോട്ടേക്ക് ബ്ലൂ ഗേറ്റും. ബ്ലൂ ഗേറ്റ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഗ്രീൻ ഗേറ്റിലേക്കാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിൽക്കാനും മറിയാനും സ്ഥലം ഉണ്ടാകത്തില്ല. ഈ പുറത്തിങ്ങനെയാണെങ്കിൽ പിന്നെ അകത്തെന്തായിരിക്കും. നമ്മളങ്ങനെ ആ ഒരു ഗ്രീൻ ഗേറ്റിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും മുടിഞ്ഞ തിരക്കാണ്. കണ്ടില്ലേ, ഓരോ ലൈനായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കയറി പോവാം. ഫാസ്റ്റ് ട്രാക്ക് ആക്സസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് ആ ഒരു ഗ്രീൻ ഗേറ്റ്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കി എത്ര ലൈനാന്ന് നോക്കി. ഇവിടെ തന്നെ ജൈന്റ് വീലും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്തിനാണ്? കേറാൻ വേണ്ടിട്ട്. എന്തൊക്കെയാണാവോ? മഴ പെയ്യുന്നു. ആ നീണ്ടു നിൽക്കുന്ന സാധനം, പിന്നെ ഇങ്ങനെ ഒരെണ്ണം അവിടെ ഉണ്ട്. റീകോയിലാണോ? എന്തോ ഇങ്ങനെ നടക്കുന്ന പറഞ്ഞോട്ട് അത്. പിന്നെ ഒന്നെങ്കിൽ ആ നിക്കുന്നത് അല്ലെങ്കിൽ ആ നിക്കുന്നത്. ഇവിടുന്ന് ഛർദിച്ചു പോകാനായിട്ടാണോ പ്ലാൻ? എന്തിനാ ഛർദിക്കുന്നത്? വയറ്റിലെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഛർദിക്കാൻ പറ്റുള്ളൂ. ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ ഇന്നലെ ടിക്കറ്റ് 3 എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആപ്പിൽ കയറിയിട്ടാണ് എടുത്തത്. 3 ടിക്കറ്റ് നമുക്കുണ്ട്. എന്തോരാൾക്കാരാ ഇവിടെ. ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. നോക്കിക്ക്, ഒരു സ്വർഗത്ത് വന്ന പോലെ ഉണ്ടല്ലേ. അല്ലെന്നേ, ആദ്യം അവിടെ ചെന്നിട്ട് ടിക്കറ്റ് ഉണ്ടാന്ന് നോക്കാം. ഇവിടെ ആണെങ്കിൽ മഴ പൊടിയുന്നുണ്ട്. നമുക്ക് ഇതിലേ പോവാം. കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇവിടെ. നമുക്ക് എന്തെങ്കിലും ഗെയിംസ് ഒക്കെ ട്രൈ ചെയ്യാം അല്ലേ? പൈസ എന്നൊക്കെ. നമ്മള് കാർഡിഫ് പോയപ്പോ അവിടുത്തെ വിന്റർ വണ്ടർലയിൽ പോയായിരുന്നു. അതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണണം. അടിപൊളിയാണ്. നമുക്ക് അന്ന് പാവയും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. റീകോയില്. അവിടെ നമുക്ക് വലിയ റീകോയിലും കാര്യങ്ങളൊക്കെ കാണാം. ഒരുപാട് നമ്മുടെ വീഗാലാൻഡ്, നമുക്കിതൊന്നും വലിയ പുത്തരിയല്ല. നമ്മളിതെല്ലാം വീഗാലാൻഡിൽ പോയേക്കണ കാരണം നമുക്ക് വലിയൊരു എഫക്റ്റ് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ എന്നാൽ പോലും ഇവിടെ വരുമ്പം അത് വേറൊരു വൈബാണ്. രസമാ കാണാനൊക്കെ ആയിട്ട്. ഫുള്ളൊരു വൈബ് നമുക്ക് ഇവിടെ കിട്ടും. ആ ഒരു ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെ ഒക്കെ. ഇവിടെ നമുക്ക് ആ ഒരു ബാസ്കറ്റ് ബോൾ, ആ ഒരു കോർട്ടിലിട്ടിട്ടുള്ള ഗെയിം ഉണ്ട്. നമുക്ക് കുറെ പാവയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് ഷൂട്ടിംഗ് ആണ്. പുള്ളിയുടെ വീഡിയോ ഒക്കെ കണ്ടോ? ആ ഒരു പോയിന്റ് സാധനം നമ്മൾ വെടിവെച്ചു. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോളുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല മഴയും പെയ്യുന്നുണ്ട്. സ്വീറ്റ്സിന്റെ ഷോപ്പ്. എനിക്കൊരു പാണ്ടേനെ കിട്ടിയപ്പോൾ നല്ല ആഗ്രഹമുണ്ട്. ആണല്ലേ? പല ആഗ്രഹങ്ങളും ഉണ്ടാവും. വീട്ടില് പാവനെ കൊണ്ട് ഇരിക്കാൻ സ്ഥലമില്ല. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്. ഐസ് ബോട്ടിൽസ് ആണ്. ഇവിടെ നമുക്ക് 2 ബോളും തരും. അത് നമ്മൾ എറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കിട്ടും. അതിന്മ ട്രൈ ചെയ്യുന്ന? ഞാൻ ട്രൈ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ആരെങ്കിലും ഒരു ഹസ്കിനെ വാങ്ങി തരുവായിരുന്നെങ്കിൽ. ജോലെ, നീ ട്രൈ ചെയ്യുന്ന? ഗെയിം നടത്തിയ കാർഡിഫോടെ കൂടെ ഗെയിം നടത്തിയല്ലേ? എന്നാലും നമുക്ക് പുള്ളി എറിയുന്ന ജസ്റ്റ് ഒന്ന് കാണാം. അത് ഇപ്പൊ കാണാം.
ഒരെണ്ണം അറിഞ്ഞു നോക്കാനുമോ ട്രൈ ചെയ്യും. ഓ ഇത് നല്ല വെയിറ്റ് ഉണ്ടാ. ഒറ്റ ബോട്ടിൽ 3 വീഴും. ഓ നല്ല വെയിറ്റ് ഉണ്ട് ആ ഒരു ബോട്ടിലിന്. ഓ ഇവിടെ ഒരാൾക്ക് കിട്ടിയിട്ട പാവ. ഒരുപാട് റൈഡുകൾ നമുക്ക് ഇവിടെ ആയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെക്കാളും കൂടുതൽ റൈഡുകൾ നമുക്ക് ഇത്തവണ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഇത്രയും റൈഡൊന്നും ഇല്ല. പക്ഷെ ഇത്തവണ ആ ഒരു റീകോയിലിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെയാണ് നമുക്ക് ആ ഒരു ടിക്കറ്റ് എൻട്രൻസ് എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ചാർജ് പറഞ്ഞത് 11 pounds ആണ് ഇത് കയറാൻ വേണ്ടിയിട്ട്. കേറുവോ? തലർക്ക് താഴെ വീഴല്. പിന്നെ നമ്മുടെ ഈ ഒരു റൈഡിൽ കയറാൻ പോവാണേ. ആ ഒരു തിരക്ക് തന്നെ ഭയങ്കര വൈബാട്ടോ ഇവിടെ. നമ്മളിപ്പോ അതിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. വിശക്കുന്നുണ്ട്. ഇതെന്തായാലും കഴിയുമ്പോ നമുക്ക് ഫുഡ് അയ്യോ അവിടെ നമ്മുടെ അയ്യോ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഒറ്റയ്ക്ക് പോയ പോലെ വേറെ ആരും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എല്ലാവരും തലറങ്ങി വരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ കണ്ണടച്ചിരിക്കുമ്പോഴേ തലവേദന എടുക്കുന്നത്. അയ്യോ നല്ല പ്രഷർ ഉണ്ടായിരുന്നല്ലേ? അയ്യോ കൊള്ളാം. അടിപൊളിയായിരുന്നു കേട്ടോ റൈഡ്. അടിപൊളി റൈഡായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. എന്റെ സ്വർഗം കണ്ടു ആ മാതിരിയായിരുന്നു. നമ്മളങ്ങനെ ഇവിടെ നടന്നു വന്നപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി. ഇവിടെ സോസേജ് റോള് നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. നമ്മള് ആംസ്റ്റർഡാം സോസേജസ് എന്ന് പറഞ്ഞിട്ട് 2 സോസേജസ് ആണ് വാങ്ങിയത്. അവിടെ നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. വിശക്കുന്നുണ്ടായിരുന്നോ? നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആ റൈഡിലും കൂടി കയറിയപ്പോ എനിക്ക് തല ഇറങ്ങുന്ന. താങ്ക് യു. നമ്മുടെ ആംസ്റ്റർഡാം സോസേജ്. ഇവിടെ നമുക്ക് ടൊർണാഡോ ചിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട്. ഇത് പൊട്ടറ്റോസ് മറ്റേ കറക്കി സ്പൈറലാക്കിയിട്ട് ഫ്രൈ ചെയ്ത് തരണതാണ്. ഇത് 7 pounds ആണ് 1 സ്റ്റിക്കിന് വേണ്ടിയിട്ട്. ഇനി എന്താ കൊച്ചിന്റെ പ്ലാൻ? എനിക്ക് സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാറോ? ഈ കഴിപ്പ് അത്ര നടക്കണമല്ലോ. വായിലേക്ക് പോണത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിതേ അടുത്ത റൈഡിന്റെ ഒക്കെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇത് കൊള്ളാലോ. ഇത് പീസാണല്ലോ. നമുക്ക് ഇത് വേണ്ട ട്രൈ ചെയ്ത് നോക്കായിരുന്നു. ജോയിലാണെങ്കിൽ ഈ ഒരു റൈഡിൽ കയറാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് 10 pounds ആണ് പറഞ്ഞത്. അതിനൊന്നും ഈ റൈഡിൽ കയറുന്നില്ലേ? ഇല്ല, ഈ റൈഡ് ഞാൻ കേറിയിട്ടുണ്ടോ? എവിടെ വെച്ച്? ടർക്കിയിൽ വെച്ച് കേറിയിട്ടുണ്ടോ? ഹെലികോപ്റ്ററാ. ജോയിലാണെങ്കിൽ ഇതേ ഉള്ളിലേക്ക് പമ്പി കയറിക്കൊണ്ടിരിക്കുകയാണ് കയറാൻ വേണ്ടിട്ട്. ദൈവമേ ഇങ്ങോട്ടുള്ള പോക്കാണോ എന്തോ. വന്നിട്ട് പറയായിരിക്കും ഇവരിവിടെ ആൾക്കാര് ഈ ആൾക്കാർ കേറുന്നവരെ മേളിലത്തെ ആൾക്കാര് ഇങ്ങനെ നോക്കി നിൽക്കുക. ആ ഒരു സ്കൈ വ്യൂ ആസ്വദിച്ച് അവര് നിൽക്കുക. നോക്കി അതാണെങ്കിൽ 360 കറയും കൊണ്ടിരിക്കുക. ആ ഒരു സാധനം കണ്ടിട്ട് തന്നെ പേടിയാവും. ഞങ്ങളിത് ടർക്കിയിൽ വെച്ചിട്ട് ഒരു വട്ടം ട്രൈ ചെയ്തു. അന്ന് എന്റെ പൊന്നടാവേ കണ്ടോ? പോണു ജോയല്.
ടാറ്റാ. അടുത്ത ആൾക്കാർ വരണ ഇനി ഇവരെ ഇവിടെ ഇറക്കും. അതുവരെ അവര് പൊക്കത്തിങ്ങനെ ഇരിക്കും. അവസ്ഥ നോക്കണേ. മറിഞ്ഞൊക്കെ പോവായിരുന്നു. പക്ഷെ അങ്ങനെയില്ല, നമ്മള് മേളിൽ ചെന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ നോക്കിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇതിപ്പോ അവര് മേളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത്. കാറുവാണോ? ആ ഒരു റൈഡ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇറങ്ങി അടുത്ത ആൾക്കാർ ആ ഒരു റൈഡിലേക്ക് കയറുന്നുണ്ട്. ജോലിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ തലതിരിയും. തല ഇറങ്ങിയാ? ഇല്ല ഇല്ല, 2 കറക്കം ഇറങ്ങി സീനായി. അല്ല സംഭവം വേറൊരു കൂടായിരുന്നുണ്ടോ, നല്ല സ്പീഡായിരുന്നു. അതായത് ഫുള്ള് കാണാം, ഫുള്ള് ലണ്ടൻ ഫുള്ള് കാണാം. വെള്ളമൊന്നും എടുത്തുമ്പോഴല്ല, ഇത് കറങ്ങിയ ദൃശ്യം. അതായത് 2 വട്ടം കറങ്ങി. അയ്യോ, ലണ്ടൻ ഫുള്ള് കണ്ടില്ലേ UK വന്നിട്ട്? അത് ടിക്കറ്റ് വേറെ സീനായിരുന്നു. ഈ ടിക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 10 പോണ്ട്, ഫാസ്റ്റ് ട്രാക്ക് എടുത്തു 12. മറ്റേ എത്ര നേരം സമയം പിടിക്കും, കുറെ സമയം പിടിക്കും. ഇവിടെ ഈ ഒരു റൈഡ് കണ്ട, ഇതെന്ന് പറയുന്നത് ആ ഒരു കുതിരനെ, ആ ഒരു ഡിയറിനെ മറ്റേ സൈഡിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊരു റേസ് ആണ്. എല്ലാവരും 10-12 പേര് ഇങ്ങനെ നിരന്ന് നിന്നിട്ട് നമ്മൾ ഈ ഒരു ഹോളിൽ അവിടെ റെഡ്, യെല്ലോ, ബ്ലൂ അങ്ങനെ ഓരോ ഹോളുണ്ട്. അപ്പം യെല്ലോയിലാണെങ്കിൽ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകും, റെഡിലാണെങ്കിൽ 3 സ്റ്റെപ്പ് മുമ്പോട്ട് പോകും. അങ്ങനെയാണ് ഈ ഒരു ഗെയിം പോകുന്നത്. അപ്പം ഫസ്റ്റ് ആര് ഡിയറിനെ അങ്ങേ സൈഡിൽ എത്തിക്കുന്നോ അവരാണ് വിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല വാശിയേറിയ മത്സരമാണ്. ഒരാൾ തന്നെ 5-6 വട്ടമൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. കാരണം ഇത് പ്രൈസ് എങ്ങനെയാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ കാണുന്ന ടോയ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്നാലും നമുക്ക് 2 വട്ടം വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെന്ററിലുള്ള ഈ ഇത്രയും കുറച്ചും കൂടെ വലിപ്പമുള്ള ടോയ്സ് നമുക്ക് കിട്ടും. എന്നാലും നമ്മൾ 3 വട്ടം വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണത് ഈ സൈഡിലുള്ള വലിയ പ്രൈസാണ്, ബിഗ് പ്രൈസ്. ഞാൻ കളിക്കണോ? ഉറപ്പാണോ? 5 പൗണ്ട് പോവും. അതെ, ഈ ഗെയിമിൽ നമുക്ക് 5 പൗണ്ടാണ് നമുക്ക് പറഞ്ഞത് കളിക്കാൻ വേണ്ടി. 3, 2, 1, let's race! നമ്മള് ഇവിടെ ചൂറോസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് വിത്ത് ചോക്ലേറ്റ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ആ ഒരു സാധനം വാങ്ങി 5 പൗണ്ട്സ് ആണ് ഇതിന് പറഞ്ഞത്. ഞാനും അവിടെ ട്രൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് ഇത്? മധുരമാണോ? പഞ്ചസാരയും ഷുഗറും ആണല്ലോ, ന്യൂട്രല്ലയും ആണ്. എങ്ങനെയുണ്ട്? പക്ഷെ തിന്നു കഴിയുമ്പോൾ കുഴപ്പമില്ല. ചെറിയൊരു കയ്പുണ്ട് ചോക്ലേറ്റിന്റെ. ഇത് ന്യൂട്രല്ല അല്ല, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തേക്കുന്നതാണ്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ഉണ്ടോ. ഇവിടെ 5-6 ലെയർ റോസ് ഉണ്ട്. ആ ഒരു റോയിൽ മൊത്തം ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ആ അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ ക്യൂ ആണ്. അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. എന്തോരം ആൾക്കാരാന്ന് എനിക്ക് വന്നു പോകുന്ന ലണ്ടൻ മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. നമ്മളാണെങ്കിൽ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കറക്കെല്ലാം കഴിഞ്ഞ് ആകെ വയ്യാണ്ടായി. ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്. വല്ലാത്തൊരു വിന്റർ വണ്ടർലാൻഡ് ആയിപ്പോയി. ഒരുപാടുണ്ടായിരുന്നല്ലേ? ഒരുപാട് ശബ്ദവും ആൾക്കാരും, മൊത്തത്തിൽ ഒരു ബഹളമായിരുന്നു ഇത്ര നേരം. മൊത്തത്തിൽ ഒരു പൂരപ്പറമ്പിൽ പോയൊരു അവസ്ഥയായിരുന്നു. ഫുള്ള് തിരക്കായിരുന്നു. നിറച്ച ആൾക്കാരെന്ന് വെച്ചാൽ നിറച്ച ആൾക്കാരായിരുന്നു. നടക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അവസാനം ഇപ്പം ഞങ്ങൾ സ്ട്രാറ്റ്ഫോർഡ് എത്തി. സ്ട്രാറ്റ്ഫോർഡാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെയാണ്. കാരണം അന്ന് നമ്മൾ അവിടെ നിന്ന് മാറ്റിയിട്ട് സ്ട്രാറ്റ്ഫോർഡ്, എൻ്റെ പഴയ വീടിൻ്റെ അടുത്ത് ഒരു സ്പേസ് ഉണ്ടായിരുന്നു, അവിടെയാണ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തത്. ഇപ്പം വല്ല ടിക്കറ്റും വല്ലതൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് വന്നതാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ വണ്ടിയോടെ തന്നെ ഇട്ടിട്ട് ട്രെയിൻ പിടിച്ച് നേരെ ഇനി വീട്ടിലേക്ക് പോകും. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നവരും പറയുന്നു. അതെ, ചിലപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഹാമിലേക്ക് പോകുമായിരിക്കും. അത് ഉറപ്പിച്ചിട്ടില്ല, അത് കണ്ടീഷൻ അനുസരിച്ചിരിക്കും. അതെ, കണ്ടീഷൻ ഓഫ് ദ കാർ അനുസരിച്ചിരിക്കും.
ഫൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകത്തില്ല, ഇല്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നടത്താണ്. അപ്പം ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അതെ, അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ബൈ.